യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിനത്തിലേക്കൂടി നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആമേൻ ചൊല്ലി സ്വീകരിക്കാവുന്ന ഒരു ദൈവവചനമാണ്. ഒരുവൻ ഉദാരമായി കണക്ക് നോക്കാതെ തൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയിട്ടും അവൻ ധനികനായി തന്നെ നിൽക്കുന്നു. അവൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുന്നില്ല. അതാണ് ദൈവാനുഗ്രഹം. നിനക്ക് തന്നിരിക്കുന്നത് നിൻ്റേതെന്ന് കരുതാതെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക. ദൈവം ആ സമ്പത്ത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. വേറൊരുവൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ എൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൊടുക്കാതിരിക്കുമ്പോൾ അവൻ ദരിദ്രനായി തന്നെ മാറുന്നത് കാണുവാൻ സാധിക്കും. പിടിച്ചു വയ്ക്കുന്ന അനുഭവം, എല്ലാം എൻ്റേതാണെന്ന് കരുതുന്ന അനുഭവം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് പല രീതിയിലുള്ള സമ്പത്ത് തന്നിട്ടുണ്ട്. അത് എൻ്റേതാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള സ്വഭാവത്തിൽ എന്നിലേക്ക് തന്നെ അതെല്ലാം ചേർത്ത് വയ്ക്കുന്നതിന് പകരം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ സമ്പത്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകട്ടെ എന്ന് കരുതി ദാനം ചെയ്യുന്നവന്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ മനസാക്ഷിയനുസരിച്ച് പ്രവർത്തിക്കുന്നവന് സമൃദ്ധമായ സമ്പത്ത് ഉണ്ടാകും. നമ്മുടെ ജീവിതം ഒന്ന് നമുക്ക് ക്രമപ്പെടുത്താം. എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, സമ്പത്ത്, ധനം, ആരോഗ്യം, ഇതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാറുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹമുള്ളതായി മാറട്ടെ. നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൂടി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് സമൃദ്ധമായി മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.